ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ സയൻസ് ആർട്സ് ആയിട്ട് ക്ലാസ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കാണും. കൂടാതെ ശീശയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവരെല്ലാരും കൂടെ ശീശയ്ക്ക് ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് സർപ്രൈസ് ആയിട്ട് ഇതെല്ലാം ഹുവാന്റെ ഐഡിയ എന്ന് പറഞ്ഞ് അവൾക്ക് താങ്ക്സ് പറയും. അപ്പോഴാണ് അവളാണ് ഈ ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചെന്ന് ഞാനാ, പക്ഷെ ആ വീഡിയോ സെറ്റപ്പ് എല്ലാം ജിങ്ഷിയാ ചെയ്ത്. എന്നിങ്ങനെ അവളും പറയും അവന് കാണിച്ചിട്ട് നിന്നോട് ഞാൻ പറയേണ്ടെന്നല്ല പറഞ്ഞ, ഏതിന് അവൾക്ക് വേണ്ടി ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവള് താങ്ക്സ് അറിഞ്ഞിട്ട് ഇവിടെ ഹുവാന്റെ കൂടെ ഇമോഷണലായി ഹഗ് ചെയ്തോണ്ടിരിക്കും. ഇനി തൊട്ട് ഒരു വേറെ ക്ലാസ് ആണെങ്കിൽ പോലും ഇവരുടെ ഈ ബന്ധം ഒരിക്കലും മറക്കത്തില്ലെന്ന്. അങ്ങനെ അതിനുശേഷം ശീശയും എങ്കിൽ പിന്നെ നമുക്കും കൂടെ ഹഗ് ചെയ്യാന്നറിഞ്ഞ് അവന്മാർ നോക്കി പറയുമ്പം അവളുടെ ഉദ്ദേശം സോങ്ങിനെ മാത്രം ഹഗ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അതുകൊണ്ട് അടുത്തായിട്ട് ഇവിടെ ജിങ്ഷിയും അവളെ ഹഗ് ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ഇവളാണ് അവനെ മൈൻഡ് ചെയ്യാതെ എങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇവർക്കെല്ലാം ബായ് പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതുകൊണ്ട് അവൻ ചെറുതായിട്ട് ചമ്മിപ്പോയി. അങ്ങനെ അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസമാണ് ഹുവാൻ ശീശയെ വിളിച്ചിട്ട് ഇവർക്കിപ്പോ ക്ലാസ്സോടെ മുമ്പ് വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോവുക. അങ്ങനെ അതുകൊണ്ട് ശീശ വരുന്ന ചോദിക്കുമ്പോൾ അവളാണ് അമ്മ സമ്മതിക്കത്തില്ലെന്നറിഞ്ഞ് അവൾക്കിപ്പോ ഫുൾ ടൈം ട്യൂഷനാന്ന് പറയും വീട്ടിൽ. അങ്ങനെ അതുകൊണ്ട് ഹുവാനും എങ്കിൽ പിന്നെ ഇതൊരു എഡ്യൂക്കേഷൻ ടൂറാന്ന് അവളുടെ അമ്മയോട് പറഞ്ഞോടാൻ ചോദിക്കും. അങ്ങനെ ജിങ്ഷി സോങ് പിന്നെ ക്ലാസ് ലീഡറൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ശീശയാണ് ഷോക്കായിട്ട് ക്ലാസ് ലീഡറും വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് ജലസാകും. കാരണം ഇവള് വിചാരിച്ചിരിക്കുന്ന അവൾക്ക് സോങ്ങിന് ഇഷ്ടമാണെന്ന്. അങ്ങനെ അതുകൊണ്ട് അതോലയിച്ച് ഇവൾ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ ഹുവാൻ എങ്കിൽ പിന്നെ വരുന്നോന്ന് ചോദിക്കും. അപ്പോഴാണ് ശീശയും വിഷമിച്ച് എന്റെ അമ്മേനെ സമ്മതിക്കത്തില്ലെന്ന് അറിഞ്ഞിട്ട് അവള് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ ഹുവാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവളും ട്രിപ്പിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവളും ക്ലാസ് ലീഡറിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി ഇപ്പൊ ഏകദേശം നല്ല ഫ്രണ്ട്സ് ആയി. അങ്ങനെ അവർ ചിരിച്ച് സംസാരിക്കുന്ന അതേ സമയം സർപ്രൈസ് ആയിട്ട് ശീശയാണ് ആ ട്രിപ്പിന് വരും. പക്ഷെ അവളാണ് ഇപ്പൊ ഹുവാൻ ഇവളായിട്ട് പഞ്ചാര അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് ചെറുതായിട്ട് ദേഷ്യം വരും. അങ്ങനെ അതുകൊണ്ട് അവൾ അടുത്തേക്ക് ചെന്ന് ഹുവാനെ വിളിക്കുമ്പോഴാണ് അവള് നീ എങ്ങനെ വന്നേന്ന് പറഞ്ഞിട്ട് ഷോക്കാകും. കാരണം ഇവൾ അവസാനം വരെ വരത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ശീശയും ഞാൻ എന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് ഇവള് ഹുവാന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ വണ്ടി എടുക്കാൻ പോകുന്നുണ്ട് ശീശയെ പുറകെ ചെന്നിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവള് ഹുവാന്റെ അടുത്ത് ഇരിക്കാൻ പറ്റാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ ആ ഒരു മൂടോടെ തന്നെ ഇവർ ഹോട്ടലിലേക്ക് വന്നെത്തുമ്പോഴാണ് മറ്റേ ക്ലാസ് ലീഡർ ഹുവാനോട് ഇവൾ യൂസ് ചെയ്തേക്കുന്ന ആ കൊതുകിനെ അടുപ്പിക്കാത്ത സ്പ്രേ ഉണ്ടോ ചോദിക്കും. അപ്പോഴാണ് ഹുവാനും അത് എന്റെ അല്ല ശീശയുടെ എന്ന് പറയുമ്പോൾ അവസാനം ശീശയെ മനസ്സില്ലാതെ ഇവൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ അവൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് വന്ന് ജിങ്ഷിയും എനിക്കും കൂടെ വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോഴാണ് ഇതേ സമയം ഹോട്ടലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഇവർക്ക് ഓരോരുത്തർക്കും ഏത് റൂമാന്ന് അറിയും. അങ്ങനെ ഹുവാനും ക്ലാസ് ലീഡറും കൂടെ ഒരു റൂം ഷെയർ ചെയ്യുന്ന ശീശ അവസാനം വന്നുകൊണ്ട് ഇവൾക്ക് മാത്രം സെപ്പറേറ്റ് റൂം. അതുകൊണ്ട് അവള് വിഷമിച്ചിരിക്കുമ്പോൾ ഇത് കാണുന്ന ഹുവാനും നിനക്ക് കുഴപ്പമില്ല നമുക്ക് എന്റെ ബെഡ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ശീശയെ വിളിക്കും. അപ്പോഴാണ് അവളും അതൊന്നും കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ഇവളും കുറച്ച് അപ്സെറ്റ് ആയിട്ട് പറയുമ്പോൾ ഹുവാനും എങ്കിൽ പിന്നെ അത് പറ്റില്ലെങ്കിൽ ഞാൻ ബെഡിൽ കിടക്കുന്നില്ല നീ ബെഡിൽ കിടന്നോ, ഞാൻ വേണേ തറയെ കിടന്നോളാം. എന്നതിന് അവളും പറഞ്ഞു നോക്കുമ്പോൾ കൂടെ ചേർന്ന ക്ലാസ് ലീഡറും എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടൊരു ബെഡിൽ കിടന്നോ ഞാൻ തറയെ കിടന്നോളാം പറഞ്ഞിട്ട് അവളും കൂടെ ശീശി റൂമിലേക്ക് വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവസാനം ശീശയും എങ്കിൽ പിന്നെ ഞാനും വരാന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കും. അങ്ങനെ അതിനുശേഷം ഇവർ മൂന്നുപേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇത് കാണുന്ന സോങ് ആണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ലെന്നറിഞ്ഞ് അവൻ കറക്റ്റ് ആയിട്ട് കണ്ടെത്തും. അപ്പോഴാണ് ഇതിനെ കുറിച്ച് ഒരു പിടിയില്ലാത്ത ജിങ്ഷിയും ഈ പെണ്ണുങ്ങളൊക്കെ കൈയും പിടിച്ച് നടക്കുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗത്തായിട്ടാണ് നിനക്കിതൊന്നും അറിയത്തില്ല എന്നിങ്ങനെ സോങ്ങിന്റെ കൈ തരാൻ പറയുമ്പോൾ അവന് പോടാ വട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവരെല്ലാം പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാരും കൂടെ ബോട്ടിംഗ് പോകാന്ന് പറഞ്ഞ് തീരുമാനം എടുക്കും. പക്ഷെ അതിലും ഇവരെല്ലാം രണ്ട് ടീമായിട്ടാണ് മാറേണ്ടത്. അങ്ങനെ ക്ലാസ് ലീഡർ ഹുവാന്റെ കൂടെ പോകണമെന്ന് പറയുമ്പോൾ ശീശിക്ക് അവളുടെ കൂടെ പോകണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന സോങ് ആണ് എങ്കിൽ പിന്നെ വെള്ളത്തിൽ ഇറങ്ങുന്ന സേഫ്റ്റി അതുകൊണ്ട് ഒരു ആൺകുട്ടി കൂടെ ഉള്ളത് നല്ലതാ. എന്നിന് അങ്ങനെ ടീമാകാൻ പറയുമ്പോൾ ഹുവാൻ എങ്കിൽ പിന്നെ ക്ലാസ് ലീഡർ ജിങ്ഷിയുടെ പോട്ടെ അവളുടെ കൂട്ടുകാരി ശീശി സോങ്ങിന്റെ കൂടെ പോട്ടെ എന്ന് പറയും. അപ്പോഴാണ് അവരെല്ലാരും കൂടെ എങ്കിൽ പിന്നെ ഹുവാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ ഒറ്റയ്ക്ക് തന്നെ നിങ്ങളെ ഞാൻ റേസ് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ ബോട്ടിങ് ചെയ്യും. അപ്പോഴാണ് ജിങ്ഷിയും ഹുവാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് അവൾ എങ്ങനെയൊക്കെ പൊട്ടിക്കണം എന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ ചെല്ലും. ഇതേ സമയയുടെ സോങ് ആണ് അവരെ പോലെ റേസിന് പോയ അത് നമുക്ക് സേഫ്റ്റി അല്ലെന്ന് പറഞ്ഞിട്ട് അവന് പതിയെ തന്നെ ശീശയുടെ വന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവിടെ ജിങ്ഷിയാണ് കുറച്ച് ഓവറായിട്ട് പോയി ഹുവാന്റെ ബോട്ടിനകത്ത് ഇടിച്ചിടും. അങ്ങനെ അതോടെ അവള് വെള്ളത്തിൽ വീഴുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ പേടിച്ചിട്ട് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് അവള് ഓർത്ത് വിഷമിക്കും. അപ്പോഴായിരിക്കും അവള് എനിക്കൊന്നും കുഴപ്പമില്ല ജസ്റ്റ് വെള്ളം ഒന്ന് വയറ്റിനകത്ത് കയറിയെന്നേ ഉള്ളു എന്നതിന് അവരെല്ലാം ചിരിപ്പിച്ചിട്ട് അവസാനം അവൾക്കാണ് പനി പിടിക്കും. അങ്ങനെ അതുകൊണ്ട് ശീശിയും അവള് മരുന്ന് വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഹുവാൻ റൂമിലേക്ക് പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്ക് ജിങ്ഷിയും ഹുവാൻ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി വരുമ്പം ശീശയാണ് അവനെ വഴക്കുറയും ഇവൻ കുറച്ച് ഓവറായിട്ട് ഇന്ന് പോയെന്ന്. അതുകൊണ്ട് അവളോട് ചെന്ന് സോറി പറയാൻ പറയുമ്പം ഇവൻ എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞോളെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവിടെ സോങ് എഴുതുന്നുണ്ട് ശീശാന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഇവൾക്ക് ഫാർമസി എവിടാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് അവനെ കൂട്ടിന് വിളിക്കും. പക്ഷെ അവനാണ് നിനക്കറിയത്തില്ല അവിടുത്തെ ഓഫീസ് ചോദിച്ചാന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങ് പറഞ്ഞയക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ജിങ്ഷിക്ക് മനസ്സിലാവും സത്യത്തിൽ ശീശയ്ക്ക് ഇഷ്ടം സോങ്ങിനെയാണെന്ന്. അതുകൊണ്ട് അവനും കുറച്ച് അപ്സെറ്റ് ആകും. എന്നിട്ട് അവനും പുറത്തേക്ക് ചെന്ന് ഓരോന്നായിട്ട് ആലോചിച്ച് നോക്കുമ്പോഴാണ് അവൾ എല്ലാ സമയത്തും നോക്കിയത് ഇവനെ അല്ല സോങ്ങിനെയാന്ന് മനസ്സിലാവും. അതായത് ആ ഹഗ് പോലും അവനെ ഹഗ് ചെയ്യാൻ വേണ്ടി അവൾ പറഞ്ഞ്. അങ്ങനെ അത് മനസ്സിലാക്കി അവനും ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പം അവിടെ
അവിടേക്ക് വരുന്ന ഹുവാനാണ് ഇവനെ കണ്ട് ഓടി അടുത്തേക്ക് വരും. അപ്പോഴാണ് അവൻ ഇവളെ കണ്ടിട്ട് ബോട്ടിംഗ് സമയത്ത് കുറച്ച് ഓവറായിട്ട് പോയെന്ന് അറിഞ്ഞ് ഇവൾക്ക് ഓറഞ്ച് കൊടുത്ത് സോറി പറയും. അങ്ങനെ അത് കേട്ട് അവളാണ്, ഓ സോറി ചോദിക്കേണ്ട നീയല്ല ഞാൻ ബോട്ടിംഗ് പോയ സമയത്ത് നിന്നെ ശീശയും കൂടെ സെപ്പറേറ്റ് ചെയ്തില്ലേ, അതെന്റെ തെറ്റാ, എന്നെ ക്ഷമിക്കണം മാസ്റ്റർ. എന്നിട്ട് അവളും കളിയാക്കുമ്പം ഇവൻ ആദ്യം ഓറഞ്ച് എടുത്ത് കഴിക്കുന്ന പറഞ്ഞിട്ട് അവളുടെ കൂടെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് നടന്നു വരുന്ന സോങ് ആണ്. അവൾ ഇവന്റെ കൂടെ ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവൻ ഇവിടെ സങ്കടമാകും. കാരണം അവനും ഇവളുടെ പനി മാറാൻ വേണ്ടി ഇതേപോലെ കുറച്ച് സാധനങ്ങൾ വെച്ചോണ്ടെന്നേക്കുക. പക്ഷെ ഇനി എന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ ട്രിപ്പും കഴിഞ്ഞ എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ശീശാണ് അവളുടെ അമ്മയോട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാ ഇവളുടെ അമ്മ പോകാൻ വേണ്ടി സമ്മതിച്ചത്. അങ്ങനെ അതുകൊണ്ട് ആ വാക്ക് ഓർമ്മ വെച്ചാണെന്ന് പറഞ്ഞിട്ട് അമ്മ അവളെ റൂമിലേക്ക് പറഞ്ഞയക്കും. അതേസമയം വീട്ടിലേക്ക് വന്ന ജിങ്ഷിയാണ് അവൻ ശീശയെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും. കാരണം ആദ്യം കണ്ടപ്പോൾ അവൾ ഇഷ്ടപ്പെട്ടത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നല്ല, അവളുടെ ക്യാരക്ടർ കണ്ടിട്ടാ. അങ്ങനെ അന്ന് തൊട്ട് ഇവൻ അവൾ ഇഷ്ടമാ. പക്ഷെ അവൾ സ്നേഹിക്കുന്ന സോങ്ങിനാന്ന് അറിഞ്ഞ ഉടനെ ഇവനിപ്പം നല്ലോണം ഹേട്ടായി. അതിനേശം ഇവരുടെ ക്ലാസ് ലീഡറും എല്ലാവരും കിടന്നുറങ്ങിയെന്ന് പറഞ്ഞ് മെസ്സേജ് ചോദിക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞ് അവൾക്ക് ഗുഡ് നൈറ്റ് പറയും. അപ്പോഴാണ് സോങ്ങും ഹുവാന്റെ മെസ്സേജ് ആയിട്ട് അവന് ഗുഡ് നൈറ്റ് പറയുമ്പോൾ അവസാനം സോങ്ങിന്റെ കണ്ട് ശീശി മെസ്സേജ് അയക്കും. അപ്പോഴാണ് ഇതെല്ലാം കാണുന്ന ജിങ്ഷിയാണ് എനിക്കിനി ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങും. അങ്ങനെ അതിനുശേഷം വെക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ശീശി പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. ഹുവാൻ അവളുടെ അടുത്ത് ചെന്ന് സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം സോങ് ആണ് നീ എന്തോടെ ശീശയെ കണ്ടിപ്പോ ഒന്ന് മൈൻഡ് ചെയ്യാത്തെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പോൾ ജിങ്ഷിയും അവന്റെ വില എന്തോന്ന് ഇപ്പോഴും അവന് മനസ്സിലായെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനെ കുറിച്ച് മാത്രം ആലോചിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവന് ശീശി ഇനി തൊട്ട് നോക്കത്തില്ലെന്ന് പറയും. ഇതേ സമയം ഇവിടെ ഹുവാനും ശീശയും കൂടെ ഇവർ രണ്ടുപേര് വേറെ വേറെ ക്ലാസ് ആയതുകൊണ്ട് നമ്മളപ്പോ ഇന്റർവൽ സമയത്ത് കാണാന്ന് പറഞ്ഞ് ഇവർ രണ്ടും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ജിങ്ഷിയും ചുമ്മാ സെന്റി അടിക്കാതെ പോടേന്ന് പറഞ്ഞിട്ട് അവന് ഇടയിൽ കൂടെ കളിയായിക്കൊണ്ടുപോകും. അതിനെ ഷാന്ന് മൈൻഡ് ചെയ്ത് ഹുവാനും ബെല്ലടിച്ച് അടുത്ത സെക്കൻഡിന് നമുക്കൊന്ന് കാണാന്ന് പറഞ്ഞിട്ട് ബായ് പറയാൻ മനസ്സിലാതെ ഇവർ രണ്ടിനും ക്ലാസ്സിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം ഇവരുടെ 2-3 ക്ലാസ് കഴിഞ്ഞ് ഇന്റർവെലിനുള്ള ബെല്ലടിക്കുമ്പോഴാണ് ഹുവാൻ അപ്പം തന്നെ ശീശയെ കാണാൻ വേണ്ടി അവളുടെ ക്ലാസ്സിലേക്ക് ഓടി ചെല്ലും. കാരണം ഇവർ രണ്ടുപേരും ക്ലാസ് വേറെ വേറെ ബിൽഡിങ്ങിലുള്ള അതുകൊണ്ട് ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ഇവൾ ഓടി എത്തുമ്പോഴാണ് അതേസമയം തന്നെ ശീശയും ഇവൾ തന്നെ ഓടി വന്നോണ്ടിരിക്കും. അങ്ങനെ അവസാനം ഇവരും കണ്ട് സന്തോഷിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഇന്റർവെൽ സമയത്തിനുള്ള ബ്രേക്കും കഴിയും. അങ്ങനെ അതുകൊണ്ട് രണ്ടുപേരും കൂടെ എങ്കിൽ പിന്നെ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവരും ബായ് പറഞ്ഞ് പിരിഞ്ഞു പോകും. അങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ കാണാമെങ്കിലും ഹുവാൻ അവളുടെ ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാ അവൾ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ക്ലാസ് വെച്ച് ഇവരുടെ ലീഡറാണ് ഈ തവണ നമുക്ക് ടാലന്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് ആരിലും ഒരാൾ പങ്കെടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ എല്ലാവരും ഞാനില്ലെന്ന് പറഞ്ഞ് പിന്മാറുമ്പോൾ ജിങ്ഷി ഇവിടെ നിന്ന് കൈവക്കിയിട്ട് സോങ് നല്ലോണം ഡാൻസ് കളിക്കുന്ന പറയും. അതോടെ അവനാണ് ഷോക്കായിട്ട് ഞാനെപ്പോഴാണ് ഡാൻസ് കളിക്കുന്ന പറഞ്ഞ് ഏതിന് അവന് പറ്റത്തില്ലെന്ന് പറയുമ്പം വേറെ പയ്യന്മാരാണ് ജിങ്ഷി ഞാൻ കുടുക്കിലാക്കും. അങ്ങനെ ഫുട്ബോൾ അറിയാന്നുണ്ട് ഇവൻ കുറച്ച് സ്കിൽസ് ഒക്കെ കാണിക്കുന്ന പറയുമ്പം അതിനുശേഷം സോങ്ങും എന്നെക്കാളും ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അവന് ജിങ്ഷിയെ ഫോഴ്സ് ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് ജിങ്ഷിയും ശരി പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന ബോറല്ലേ, അതുകൊണ്ട് എന്നെ ചെയർ ചെയ്ത് ഡാൻസ് കളിക്കാൻ വേണ്ടി സോങ്ങും കൂടെ വേണം. ഏതിന് ഇവനും പറയുമ്പം സോങ് ആണ് വീണ്ടും ഞെട്ടിപ്പോയിട്ട് എനിക്കൊന്ന് ഡാൻസ് കളിക്കാൻ അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ജിങ്ഷിയും നീ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അവന്റെ മനസ്സ് മാറ്റുമ്പോഴാണ് അവനെങ്കിൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് സമ്മതിക്കും. അതിനുശേഷം അവനും ഹുവാനും കൂടെ എങ്കിൽ പിന്നെ ഡാൻസ് കളിക്കാൻ വരുന്ന ചോദിക്കുമ്പോൾ അവൾ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ചേർന്ന് ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ പാവം സോങ്ങിന് അവൾക്കും ഇവരുടെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ജിങ്ഷിയാണ് ആ പാവം രണ്ടുപേരും പിടിച്ച് അങ്ങ് മാറ്റി പറഞ്ഞിട്ട് അവരിങ്ങോട്ടേക്ക് വിളിച്ചെടുത്തുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ കറക്റ്റ് സ്റ്റെപ്പ് ഇടുന്നുണ്ട് ഞങ്ങളില്ലാത്തോണ്ട് കാണാൻ ഭംഗിന്ന് പറഞ്ഞ് അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഹുവാൻ അവിടെ സൈലന്റ് ആയിട്ട് ശീശിരിക്കുന്നതിന്റെ അടുത്തേക്ക് ഓടിച്ചില്ലും. അങ്ങനെ ഇവൾ എപ്പോഴാണ് വന്നെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ശീശിയും ഇവള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വന്നെന്ന് പറയും. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹുവാനും അവർക്കെല്ലാം ദാഹിക്കുന്ന പറഞ്ഞ് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴാണ് ക്ലാസ് ലീഡറും ടീച്ചർ കുറച്ച് നോട്ട്സ് ഒക്കെ ടേബിളിൽ ചെന്ന് വയ്ക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അതിപ്പോ ഹുവാനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ഞാൻ പോയ നോട്ട്സ് ഒക്കെ വെച്ചോളെന്ന് പറഞ്ഞിട്ട് ഇവള് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന ശീശിയും അവൾ എന്തിനാ നിന്റെ ബോസ് ആയിട്ടൊക്കെ കുറെ ഓർഡർ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഹുവാനും അവള് ബോസ് ആയിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല, അവള് പ്രാക്ടീസ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ ഒന്ന് സഹായിക്കാൻ വേണ്ടി പോവാ. ഏതിന് ഇവളും പറയുമ്പം ശീശിയാണെ അന്ന് കണക്കെടുക്കാതെ ഇതൊക്കെ അവളുടെ ജോലിയല്ലേ, എന്തായാലും നീ അവളിങ്ങനെ പറഞ്ഞപ്പോ നിനക്ക് പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിന് ശീശി ഇവളെ കുറിച്ച് വിഷമിക്കുമ്പോൾ ഹുവാൻ അതൊന്നും കുഴപ്പമില്ല, ഇവൾക്ക് മുമ്പ് ക്ലാസ്സിൽ സഹായിച്ചുകൊണ്ട് ഇത് തിരിച്ചു ചെയ്യുന്ന ഒരു സഹായമായിട്ട് ഇവള് കണക്കൂട്ടുന്നതെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ശീശിയാണ് ദേഷ്യത്തി എങ്കിൽ പിന്നെ ഇവളുടെ കൂടെ ഇപ്പൊ പുറത്ത് ഫുഡ് കഴിക്കാൻ വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഹുവാന് നോട്ട്സ് കൊടുത്തിട്ട് വരാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ശീശി ദേഷ്യത്തി എങ്കിൽ പിന്നെ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ക്ലാസ്സിൽ വെച്ച് ഹുവാന്റെ അടുത്തിരുന്ന പെങ്കൊച്ചാണ് അവൾക്ക് സയൻസ് പാടാന്ന് പറഞ്ഞിട്ട് ആർട്സിലേക്ക്
മാറിപ്പോകും. അങ്ങനെ അതുകൊണ്ട് സയൻസിൽ നിന്ന് വേറെ പെങ്കൊച്ച് അവിടേക്ക് വരുമ്പോഴാണ് ഹുവാനാണ് ആ കൊച്ചിനെ കണ്ടിട്ട് ഇതിനുമ്പ് ഇവളെ കടയിൽ വെച്ച് കണ്ടോലെ ഓർമ്മ വരും. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇതിനുമ്പ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ആ കൊച്ചിനോട് ചോദിക്കുമ്പോൾ അവൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് പറയുന്നത് ജിങ്ഷിയാണ് ഇതൊക്കെ സംസാരിക്കുള്ള പഴയ മെത്തേഡാ ഹുവാന്ന് പറഞ്ഞ് അവളായിട്ട് കളിയാക്കുമ്പം അതേസമയം അവിടെ ഇവരുടെ ലീഡറും സോങ്ങിനോട് ഡൗട്ട് വയ്ക്കുന്നിട്ട് ഹുവാനാണ് ഈ ക്വസ്റ്റ്യൻ ഇന്നലെ നീ എനിക്ക് പറഞ്ഞു തന്നില്ലെന്ന് പറഞ്ഞിട്ട് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളാണ് ഷോക്കായിട്ട് എനിക്കിത് ഫുൾ അറിയത്തില്ല ഹുവാൻ, അതുകൊണ്ടാണ് ഞാൻ സോങ്ങിനോടും ചോദിച്ചത്. എന്നിട്ട് അവളും കള്ളം പറഞ്ഞിട്ട് പോകുമ്പം ഇവിടെ ഹുവാന് ചെറിയ സംശയം വരും. അങ്ങനെ അതിനുശേഷം അവളതൊന്നും മൈൻഡ് ചെയ്യാതെ ഷീഷിക്ക് മെസ്സേജ് അയച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് വെച്ച് കഴിക്കാന്ന് പറയും. അപ്പോഴാണ് അവളും വൈകിട്ട് എക്സ്ട്രാ ക്ലാസ് ഉണ്ട് അവിടെ നമുക്ക് നോക്കാൻ പറഞ്ഞ് മെസ്സേജ് ഇടുമ്പം ഹുവാൻ എത്ര സമയം ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇവരെപ്പോഴും കഴിക്കുന്ന കടയിൽ ചെന്ന് ഹുവാന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഷീഷിയെ വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവിടേക്ക് വരുന്ന പെങ്കൊച്ചിനോട് ഷീഷി ഇവളെ കണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ എപ്പോഴും വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് കുറെ സമയം വെയിറ്റ് ചെയ്ത ഹുവാനും ഇവിടെ ഒറ്റയ്ക്കായി പോയി. അതേസമയം വീട്ടിൽ എത്തിയ സോങ് ആണ് ഹുവാൻ എന്ത് ഇതൊരു ട്യൂഷൻ അല്ലാത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ ജിങ്ഷിയോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പിനാണ് ജിങ്ഷിയും അവള് ശീശിയും കൂടെ പുറത്ത് കഴിക്കാൻ പോകാന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യം പറയുമ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടെ ഹുവാന് ശീശി ഫോൺ വിളിച്ചു വെക്കും. പക്ഷെ അവർ രണ്ടുപേരുടെ ഫോൺ സ്വിച്ച് ഓഫ് ഇല്ല. അങ്ങനെ അതുകൊണ്ട് സോങ് ആണ് പേടിച്ചിട്ട് ഈ രാത്രി സമയത്ത് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഡേഞ്ചർ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകും. അതിനുശേഷം അവൾ ആ രാത്രി ഒറ്റയ്ക്ക് ഇരുന്നുണ്ട് ഇവന്മാരാണ് വെപ്രാളി തോടി ചെന്നിട്ട് ഇവളെന്താ ഫോൺ വിളിച്ചെടുക്കാത്തേന്ന് പറഞ്ഞ് അവളോടുള്ള സ്നേഹത്തിൽ കുറെ വഴക്കുറയും. അപ്പേരാണ് അവളും എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, കൂടാതെ ശീശ വരാൻ വേണ്ടി ഞാൻ കുറെ സമയം വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവരോട് ആ കാര്യം പറയും. അങ്ങനെ അതിന് ശിവര് മൂന്നേരും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ ഫ്രണ്ടി 2-3 റൗഡി ആൾക്കാർ വന്നിട്ട് ഇവരായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ കയ്യിരിക്കുന്ന പൈസ എല്ലാം എടുക്കടാന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോഴാണ് അവരുടെ അടുത്ത് പെട്ടു വന്ന ജിങ്ഷി ആയിരിക്കും. അതിനുശേഷം അവന് കയ്യിലൊന്നും പൈസ ഇല്ല ചേട്ടാന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ വിടാൻ പറയുമ്പോൾ പെട്ടെന്ന് ഹുവാനാണ് അവന്മാരെയൊക്കെ ചവിട്ടി കളഞ്ഞിട്ട് സ്ഥലം വിട്ടോടാന്ന് പറഞ്ഞ് ജിങ്ഷിയുടെ കൈ പിടിച്ച് ഒറ്റരോട്ടം കൂടി പോകും. അങ്ങനെ ആ റൗഡി ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇവരവസാനം രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് സ്പീഡ് ഓടുന്ന വഴിക്ക് തന്നെ ഹുവാന്റെ കാല് ഒളി കാണും. അങ്ങനെ അതുകൊണ്ട് സോങ് ആണ് ഇപ്പൊ എന്തായാലും നമ്മൾ സേഫാന്ന് പറഞ്ഞിട്ട് ഇവളുടെ വേദന മാറാൻ വേണ്ടി അവന് മരുന്ന് വയ്ക്കാൻ പോകും. അതിനുശേഷം ഇവിടെ ജിങ്ഷിയും നീ എന്തിനാണ് പെട്ടെന്ന് എന്റെ കൈ പിടിച്ചിങ്ങനെ വന്നേന്ന് പറഞ്ഞ് അവന്റെ കൈ വേദന എടുക്കുന്ന പറയുമ്പോൾ ഇവളും ദേഷ്യത്തി ഒരേശം നിനക്കൊല്ലേ സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവനോർത്ത് പേടിച്ചിട്ടാന്ന് പറയും. അങ്ങനെ അവൾ അവനോർത്ത് ഫീൽ ചെയ്യുമ്പോഴാണ് ജിങ്ഷി ഒരു സെക്കൻഡ് സൈലന്റ് ആയിട്ട് ഓ പിന്നെ എന്നെ ഒന്നും രക്ഷിക്കേണ്ട ആവശ്യമില്ല, ഞാനൊക്കെ 5-6 പേര് അടിച്ചിടും, ഇനി തൊട്ട് നീ ഇങ്ങനെ കൊല്ലം സംഭവിക്കുകയാണ് ആദ്യം സോങ്ങിനെ രക്ഷിക്ക്. എന്നിട്ട് ഇവനും കുറച്ച് ഷോ കാണിക്കുമ്പോൾ ഹുവാനാണ് അവന്മാരുടെ കൈയുടെ ഇടയിൽ കിടന്ന് ഇവനല്ലെന്ന് പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവനും എന്നാലും എന്നെ രക്ഷിച്ചതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾക്ക് നന്ദി പറയുമ്പോഴാണ് അവളും കുറച്ച് ഗമയൊക്കെ ഇട്ട് എങ്കിപ്പം നിന്നെ തൊട്ട് നിന്നെ ചേച്ചിന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് അവളിപ്പോ ചേച്ചിന്ന് വിളിക്കാൻ പറയും. അപ്പരാണ് അവനും ചേച്ചിയോ നിന്റെ കാലുവേന മാറിയോ എന്നിനെ അതി പിടിച്ച് നെക്കി കൊടുക്കുമ്പോൾ അവളും ദേഷ്യത്തി എന്റെ കാല് ചുമ്മാതെ പോയി കിടക്കാന്ന് പറഞ്ഞിട്ട് അവനായിട്ട് അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഹുവാനും മരുന്നൊക്കെ അടിച്ചിട്ട് അവൾ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവള് പെടുന്ന ജിങ്ഷിയുടെ കൈ പിടിക്കാനുള്ള കാരണം അവൾക്ക് അവനോട് ഇഷ്ടം കാരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവൾ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ശീശി ഇവൾക്ക് മുമ്പേ തന്നെ മെസ്സേജ് ഇട്ടേക്കും അവൾക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഇവളുടെ കഴിക്കാൻ വരാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ അതോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Look at me sometimes like all you want to do is run